കഴിഞ്ഞ ദിവസം വിവാദമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് സൂംബ ഡാൻസ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പക്ഷേ ആ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. അതായത് വേണ്ടവർ പരിശീലിച്ചാൽ മതിയെന്നും ആവശ്യമില്ലാത്തവർ ചെയ്യേണ്ടെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി ഇതിൽ വന്നിരിക്കുന്നത്. മുസ്ലിം സംഘടനകൾക്ക് മുന്നിൽ സർക്കാർ കീഴടങ്ങുന്നു എന്ന സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത്. നമുക്ക് വിവരങ്ങളുമായി ദിസ്നയിലേക്ക് പോകാം. ദിസ്ന, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സുംബ ഡാൻസിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വരുന്നത്. അല്പവസ്ത്രധാരിയായി ഇങ്ങനെ സംഗീതത്തിനനുസരിച്ച് തുള്ളേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് അവരുടെ ഭാഷ്യം. എന്തായാലും അതിനിപ്പോൾ CPM-ഉം സർക്കാരും ഒക്കെ വഴങ്ങുന്ന കാഴ്ചയാണോ നിലവിൽ കാണാൻ കഴിയുന്നത്? വേണ്ടവർ മാത്രം കളിച്ചാൽ മതി എന്നുള്ള ഒരു ലാഘവ മനോഭാവത്തോടു കൂടി നീങ്ങുന്ന പ്രവണത. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ പല പദ്ധതികളും ഇത്തരത്തിൽ മുസ്ലിം സാമുദായിക സംഘടനകളുടെ എതിർപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി ആലോചിക്കുകയും മയപ്പെടുത്തുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഈ സ്കൂൾ സമയ ക്രമീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും അവരുടെ എതിർപ്പും അതുമായി നടന്ന ചർച്ചകളും ഒക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് രോഹിണി. ഇപ്പോഴിതാ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ഈ സൂംബ ഡാൻസ്, അതായത് വിദ്യാലയങ്ങളിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ഉല്ലാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സൂംബ ഡാൻസ് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പദ്ധതിക്കെതിരെയാണ് വലിയ വിമർശനവുമായി സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ മുസ്ലിം സാമുദായിക നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ മുജാഹിദ് സംഘടനയായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, TK അഷ്റഫ് ഉൾപ്പെടെ ഒക്കെ തന്നെയും രംഗത്ത് വന്നത് നമ്മൾ അതിൽ കണ്ടിരുന്നു. അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ മൊബൈലിൽ താളം പിടിച്ച് ആണും പെണ്ണും അല്പവസ്ത്രധാരിയായി ഒക്കെ തന്നെയും തുള്ളുന്നത് അനുവദിക്കാൻ കഴിയില്ല, തങ്ങളുടെ മകനെ അങ്ങനെ അത്തരത്തിൽ വിടില്ല എന്നതൊക്കെയാണ് ഇന്നലത്തെ TK അഷ്റഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കണ്ടത്. അപ്പോൾ ഇപ്പോഴും അത്തരത്തിലൊരു ചിന്താഗതി വെച്ചു പുലർത്തുന്ന സാമുദായിക നേതാക്കളുടെ വാക്കുകൾ ഈ CPM എടുക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇന്നലെ MV ഗോവിന്ദന്റെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. അതിൽ പറഞ്ഞത് വേണ്ടവർ കളിച്ചാൽ മതി എന്നൊരു മയപ്പെടുത്തൽ സമീപനത്തിലേക്ക് CPM കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതിലൊക്കെ തന്നെയും ലക്ഷ്യം വെക്കുന്നത് വോട്ടാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ഇവരെ ചൊടിപ്പിച്ചാൽ അല്ലെങ്കിൽ ഇവരെ പിണക്കിയാൽ, ഈ സാമുദായിക നേതാക്കളെ പിണക്കുകയാണെങ്കിൽ അവർ പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൂടിയും ഈ സാമുദായിക നേതാക്കളെ പിണക്കുന്നത് വലിയൊരു ഭയത്തിലേക്ക് അല്ലെങ്കിൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാണ് രോഹിണി. എന്തായാലും ആ നിലപാടുകളിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി, മയപ്പെടുത്തലുകൾ വന്നു തുടങ്ങി. ഇന്നലെ അടക്കം SFIയുടെ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു സാമുദായിക സംഘടനയെ അവർ എടുത്തു പറഞ്ഞിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ലഹരിക്കെതിരായ കൂട്ടായ്മയിൽ പങ്കെടുക്കുക എന്ന് തന്നെയാണ്. പക്ഷെ അപ്പോഴും മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉയർന്നു വന്ന ചോദ്യം എന്ന് പറയുന്നത് അതിനെ എതിർത്ത് വന്നിരിക്കുന്നത് മുസ്ലിം സാമുദായിക സംഘടനകൾ മാത്രമാണ്. പക്ഷെ അതിനു വേണ്ടി പ്രതികരിക്കുവാൻ SFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് രോഹിണി നോക്കിക്കാണേണ്ടത്. അല്പസമയത്തിനകം ഈ ശിവൻകുട്ടിയുടെ ഉൾപ്പെടെയുള്ള വാർത്താ സമ്മേളനം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ കാണുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വിഷയം നോക്കിക്കാണേണ്ടതുണ്ട്. നമുക്കറിയാം ഈ പല വിഷയങ്ങളിലും ഈ കുളു മണാലിയിൽ യാത്ര ചെയ്തവരെ പോലും ഇത്തരത്തിൽ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു നിലപാടൊക്കെ തന്നെയും ഈ സാമുദായിക നേതാക്കന്മാർക്കിടയിൽ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ സ്കൂളുകളിലെ സമയവുമായി ബന്ധപ്പെട്ട ഉണ്ടായ തർക്കങ്ങളും നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴിതാ ഈ സൂംബ ഡാൻസ് സംഭവത്തിലും ഇപ്പോൾ വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ പിണറായി ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കിക്കാണുക എന്നത് വളരെ വ്യക്തമായി സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കൂടുതൽ നേതാക്കളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട വരും നിമിഷങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം രോഹിണി. എന്തായാലും ആ നിലപാടുകൾ മയപ്പെടുത്തുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.